ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടോണർ ഉണ്ടാക്കുന്നതാണ്. സ്കിൻ വൈറ്റനിങ്ങിനും പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന ഒരു ടോണറാണിത്. പിമ്പിൾസ് ഉള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡെയിലി ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യും. സ്കിന്നെ ഒന്ന് റിഫ്രഷ് ആക്കി വയ്ക്കാൻ നല്ലതാണ്. ഓയിലി സ്കിന്നുള്ളവർക്ക് അവരുടെ സ്കിന്നിൽ ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ പോസ് മാറാനും ഒക്കെ സഹായിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ടോണർ ഗ്രീൻ ടീയും ജീരകവും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് മാറാനും ഡാർക്ക് സ്പോട്ട്സ് മാറാനും ഒക്കെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഗ്രീൻ ടീ എടുക്കണം. ഒരു 2 സ്പൂൺ ഗ്രീൻ ടീ നിങ്ങളൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഇനി ഗ്രീൻ ടീ എടുത്തിട്ടുള്ളതിൻ്റെ പകുതി അളവിൽ നമുക്കിതിലേക്ക് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഡക്ട്സിൽ നമ്മളിന്ന് ഗ്രീൻ ടീ യൂസ് ചെയ്യാറുണ്ട്. പണ്ട് കാലം മുതൽക്കേ ഗ്രീൻ ടീ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ കൂടുതലായിട്ട് അത് അറിയപ്പെടുന്നുമുണ്ട്. നമ്മുടെ സ്കിന്നിന് അത്രയ്ക്കും റിസൾട്ട് തരുന്നതാണ് ഗ്രീൻ ടീ. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങളും കൂടെ തരുന്നുണ്ട്. സ്കിന്ന് പ്രായമാകുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളെയൊക്കെ ഇത് ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡള്ളായിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കും. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾസ് കുറയ്ക്കുന്നുള്ളതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ ഇത് സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കുകയും ചെയ്യും. പിമ്പിൾസിൻ്റെ മാർക്സും ഒക്കെ മാറി കിട്ടാനൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീക്ക് ഉള്ള പോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളൊക്കെ ജീരകത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. നമ്മുടെ സ്കിൻ ഇത് നല്ലപോലെ സോഫ്റ്റ് ആക്കി വയ്ക്കാനും നല്ല ഗ്ലോയിങ് ആക്കിയിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കും. നേരത്തെ ഗ്രീൻ ടീക്ക് ഉള്ള പോലെ തന്നെ ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കുന്നതാണ്. വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ അളവിൽ വൈറ്റമിൻ ഇയും ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. കൂടുതലായിട്ട് തിളപ്പിച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു ടോണർ നമുക്കൊരു 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടൺ എടുത്തിട്ട് അതൊന്ന് മുഖത്ത് ഇതിൽ മുക്കിയിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിൽ കുറച്ച് എടുത്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ ഒരു ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഈ ടോണറൊക്കെ ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. 5 or 10 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോണറും ഓയിലി സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്കും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള റിസൾട്ട് കാണുന്നത് ഈ ഒരു ടൈപ്പിൽ പെട്ട സ്കിന്നുള്ളവർക്കായിരിക്കും.
ടോണറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം ഫേസ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് ടോണർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ടോണർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടണിൽ മുക്കിയിട്ട് അത് മുഖത്ത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്കിത് മുഖത്ത് വയ്ക്കാവുന്നതാണ്. ഇത്ര സമയം കഴിഞ്ഞിട്ട് കഴുകി കളയണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോണർ യൂസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു 2-3 ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ചേഞ്ച് തന്നെ അറിയാൻ പറ്റുന്നതാണ്. സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആവാനും സ്കിന്നൊന്ന് നിറം ഡൾനെസ്സൊക്കെ മാറിയിട്ട് ബ്രൈറ്റ് ആവാനും പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്